Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. ചെറിയൊരു പുളിയുള്ള തൈരാണ്. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയും വേണ്ട, എന്നാൽ നല്ല കട്ടിയായിട്ട് പോവുകയും വേണ്ട. ഒരു മീഡിയം രീതിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാളൊക്കെ ഏകദേശം വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചമണക്ക് നന്നായിട്ടൊന്ന് മാറി വരണം, അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു 3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സവാളയും കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. മസാലകളൊക്കെ കിഴങ്ങിലും നന്നായിട്ടൊന്ന് പിടിക്കണം. എരിവ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവും ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ട് റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതിയാവും. ഒരുപാട് ലൂസായിട്ട് പോവരുത്, ചെറിയൊരു കട്ടിക്ക് വേണം മാവ് വേണ്ടത്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ വേറെ എണ്ണ ചേർക്കേണ്ട ആവശ്യം അല്ലാതെ തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാനും കഴിയും, കിഴങ്ങൊക്കെ ആയത് കാരണം. ഇനി ഇത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ടിൽ 4 ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഏത് ഷേപ്പുള്ള പാത്രത്തിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗവും മാവ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഇഡ്ഡലി തട്ടിൽ നേരിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മാവ് ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കിഴങ്ങ് കുറച്ച് പരത്തിയിട്ട് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ കുറച്ച് പരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം കവർ ചെയ്തെടുത്താലും മതിയാവും. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും.
അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇത് ഗ്ലാസ്സിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഗ്ലാസ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൈ വെച്ചിട്ട് സൈഡ് ഭാഗം ഇതുപോലെ വിടിയിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് സൈഡിലൊക്കെ ഇതുപോലെ വിടിയിച്ചതിന് ശേഷം മുകൾ ഭാഗം ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഗ്ലാസ്സിലൊന്നും ഒട്ടിപ്പിടിക്കുക, നമ്മൾ എണ്ണയൊക്കെ തേച്ചത് കാരണം ഗ്ലാസ്സിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താലും മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും കഴിക്കാം. ഒന്നും കൂടി ചെറിയൊരു കോട്ടിങ്ങും കൂടെ കൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൈയെടുക്കാതെ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഫില്ലിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.